എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് മാസം 18-ാം തീയതി പുതിയതായി OTTയിൽ റിലീസായതും ഇനി റിലീസാവാൻ പോകുന്നതുമായ മൂവിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയുടെ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത്. ഫസ്റ്റ് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ക്രൈം ഡ്രാമ ഫിലിമാണ് ബബിത സിംഗ് റിപ്പോർട്ടിംഗ്. അംബിക പണ്ഡിറ്റിന്റെ സംവിധാനത്തിൽ നിമിഷ സജയൻ, വരുൺ സോപ്തി, അനുഷ്മാൻ പുഷ്കർ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഈ സിനിമയിൽ സസ്പെൻഷനിൽ കഴിയുന്ന ASI ബബിത സിംഗ് എന്ന ബേബി തനിക്കേറെ പ്രിയപ്പെട്ട കുട്ടിക്കാലത്തെ കൂട്ടുകാരുടെ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിക്കുന്നതാണ് സിനിമയുടെ പ്രധാന പ്രമേയം. ദാമ്പത്യത്തിലെ ദുരൂഹതകളും കൊലപാതക അന്വേഷണവും ഒന്നിച്ചു പറയുന്ന ഈ സസ്പെൻസ് ത്രില്ലർ ചിത്രം ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഒന്നാണ്. പ്രശസ്ത മലയാളി നടി നിമിഷ സജയനാണ് ഈ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായ ബബിത സിംഗിനെ അവതരിപ്പിക്കുന്നത്. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ഡയറക്റ്റ് OTTയിൽ റിലീസ് ചെയ്യുന്ന ഈ മൂവി ഓഗസ്റ്റ് മാസം 28 മുതൽ ഹിന്ദി ഭാഷയിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹൊറർ സൈക്കോ മെന്റൽ മൂവിയാണ് ബെറി ദ ഡെവിൾ. ആദം ഓബ്രിയൻ സംവിധാനം ചെയ്ത ഈ സിനിമ റിയൽ ടൈമിൽ ഒരൊറ്റ തുടർച്ചയായ ഷോട്ടിൽ ചിത്രീകരിച്ചതാണ്. ഒരു പഴയ വീടിനുള്ളിൽ പെട്ടുപോകുന്ന കഥാനായികയ്ക്ക് പുറത്തു കടക്കാൻ വഴികളില്ലാതാവുകയും ആ പഴയ വീടിനുള്ളിലെ ഒരു ദുഷ്ടശക്തിയോട് പോരാടി ജീവൻ നിലനിർത്താൻ ജൂലി നടത്തുന്ന ഭയപ്പെടുത്തുന്ന ശ്രമങ്ങളുമാണ് സിനിമയുടെ പ്രധാന ഇതിവൃത്തം. ഈ മൂവി ഓഗസ്റ്റ് മാസം 21 മുതൽ ഇംഗ്ലീഷ് ഭാഷയിൽ റെന്റ് ഓർ ബൈ ഓപ്ഷനിൽ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു മലയാളം ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ഐ നോബഡി. നിസാം ബഷീറിന്റെ സംവിധാനത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ, പാർവതി തിരുവോത്ത് എന്നിവർ പ്രധാന വേഷങ്ങളെത്തിയ ഈ സിനിമയിൽ മാസ് ആക്ഷനുകളും കാർ ചേസുകളും നിറഞ്ഞ് വളരെ ആകാംക്ഷയോടെ കാണാൻ കഴിയുന്ന ആക്ഷൻ ത്രില്ലർ ചിത്രമാണ്. ഒരു സാധാരണ ബാങ്ക് ജീവനക്കാരനായ രാജീവൻ അപ്രതീക്ഷിതമായി ഒരു ബാങ്ക് കൊള്ളയ്ക്ക് സാക്ഷിയാകുന്നതും കൊള്ളക്കാർ അദ്ദേഹത്തെ ബന്ദിയാക്കുന്നതും ഇതിനോടനുബന്ധിച്ച് നടക്കുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും E4 എന്റർടൈൻമെന്റ്സും ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഹക്കീം ഷാജഹാൻ, വിജയരാഘവൻ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഈ ഡിസാസ്റ്റർ മൂവിയുടെ ബഡ്ജറ്റ് ഏകദേശം 20 കോടി മുതൽ 35 കോടി രൂപ വരെയാണ്. എന്നാൽ ഈ മൂവിയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 14 കോടി 14 ലക്ഷം മുതൽ 15 കോടി 37 ലക്ഷം വരെയാണ്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം 25 മുതൽ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, മലയാളം എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹോളിവുഡ് മിലിറ്ററി ഡ്രാമ വെബ് സീരീസ് ആണ് സീൽ ടീം സീസൺ 2. നെറ്റ്ഫ്ലിക്സിലൂടെ ഈ സീരീസ് OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ഹോളിവുഡ് ഹൊറർ മൂവിയാണ് യെല്ലോ ഐസ്. ജെസി കോർമാൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഒരു ദുരൂഹമായ വസ്തുവിൽ നിന്നും പ്രേതബാധ ഉണ്ടാവുകയും അതിൽ നിന്നും രക്ഷപ്പെടാനുള്ളൊരു സ്ത്രീയുടെ പോരാട്ടവുമാണ് ഈ സൈക്കോളജിക്കൽ സൂപ്പർ നാച്ചുറൽ ഹൊറർ ചിത്രത്തിന്റെ പ്രധാന ഇതിവൃത്തം. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ റെന്റ് ഓർ ബൈ ഓപ്ഷനിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത് 2026 ജൂലൈയിൽ പുറത്തിറങ്ങിയൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് ദി ഒഡീസി. ട്രോജൻ യുദ്ധത്തിന് ശേഷം തന്റെ ജന്മനാടായ ഇത്താക്കയിലേക്കും കുടുംബത്തിന്റെ അടുത്തേക്കും മടങ്ങാൻ ഒഡീസിയൂസ് രാജാവ് നടത്തുന്ന ദീർഘവും അപകടകരവുമായ യാത്രയാണ് സിനിമയുടെ പ്രധാന പ്രമേയം. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ഓഗസ്റ്റ് മാസം 26 മുതൽ റെന്റ് ഓർ ബൈ ഓപ്ഷനിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് വരവ്. AK സാജൻ രചനയിൽ ഷാജി കല സംവിധാനം ചെയ്ത് ജോജു ജോർജ്, അർജുൻ അശോകൻ, മുരളി ഗോപി, വാണി വിശ്വനസ്, ബൈജു സന്തോഷ് എന്നിങ്ങനെ ഒരു വലിയ താരതമ്യം തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. വർഷങ്ങളുടെ ജയിൽവാസത്തിന് ശേഷം പരോളിൽ പുറത്തിറങ്ങുന്ന കഥാനായകൻ തന്നോട് തെറ്റ് ചെയ്തവരോട് പ്രതികാരം വീട്ടുന്നതും അതിനോടനുബന്ധിച്ച് നടക്കുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ഈ മൂവിയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈം വീഡിയോ സ്വന്തമാക്കിയെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. ഓഗസ്റ്റ് മാസം ലാസ്റ്റ് വീക്കോടെയോ അല്ലെങ്കിൽ സെപ്റ്റംബർ മാസം ഫസ്റ്റ് വീക്കോടെയോ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു ഹൊറർ കോമഡി മൂവിയാണ് ബഫറ്റ് ഇൻഫിനിറ്റി. റെന്റ് ഓർ ബൈ ഓപ്ഷനിൽ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു തെലുങ്ക് ഫാമിലി കോമഡി ഡ്രാമ ഫിലിമാണ് മിസ്റ്റർ മിഡിൽ ക്ലാസ്. ജി നാഗേശ്വർ റെഡ്ഡി സംവിധാനം ചെയ്ത് 2026 പുറത്തിറങ്ങിയ സിനിമയിൽ മേഘ ശ്രീകാന്ത്, ലയ, രാജേഷ് പ്രസാദ്, വെണ്ണില കിഷോർ, സുനിൽ അലി എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ദൈനംദിന ബുദ്ധിമുട്ടുകളും വികാരങ്ങളും കോമഡിയും ഫാന്റസിയും കലർത്തി അവതരിപ്പിക്കുന്ന ഒരു ക്ലീൻ ഫാമിലി എന്റർടൈൻമെന്റ് ആണ് ഈ ചിത്രം. ഓഗസ്റ്റ് മാസം 19 മുതൽ ആഹ OTT പ്ലാറ്റ്ഫോമിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു മലയാളം സൈബർ ക്രൈം ത്രില്ലർ ഫാമിലി ഡ്രാമ ഫിലിമാണ് അച്യുതാവതാരം. മാളവിക നന്ദൻ, അവിനാഷ്, സീമാജി നായർ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഓൺലൈൻ തട്ടിപ്പുകൾ എങ്ങനെ സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമയോട് നൽകുന്ന സന്ദേശം. ഈ സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ഇന്ത്യക്ക് വെളിയിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ഫാന്റസി ഹൊറർ മിസ്റ്ററി ത്രില്ലർ ചിത്രമാണ് ഗബാഡ് കുട്ട്. ഒരു ഗ്രാമത്തിലെ ദുരൂഹത നിറഞ്ഞ ഒരു കിണറും അതിനുള്ളിൽ മറിഞ്ഞിരിക്കുന്ന കോടികളുടെ നിധിയുമാണ് ചിത്രത്തിന്റെ പ്രധാന പ്രമേയം. ഈ മറാത്തി മൂവി ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്.